ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വാട്ടർ ഹീറ്റർ, അതായത് സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പൈപ്പിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ പ്ലംബിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് തന്നെ, അതായത് ബാക്കി കാര്യങ്ങളെല്ലാം ഒന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ല. നേരെ നമ്മൾ സോളാറിൻ്റെ വാട്ടർ ഹീറ്ററിലേക്ക് കണക്ട് ചെയ്താൽ മാത്രം മതി. അതിനുള്ള ഓപ്ഷൻസ് എങ്ങനെയൊക്കെയാണെന്നാണ് ഡീറ്റെയിൽസ് വീഡിയോ നമ്മളിന്ന് നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 1000 ലിറ്ററിൻ്റെ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നും 2 ഇഞ്ച് പൈപ്പാണ് നമ്മൾ ഔട്ട് ഇറക്കിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ കണ്ടോ, ഏറ്റവും മുകളിൽ ഒരു യൂണിയൻ ഇട്ടതിന് ശേഷം താഴെ ഒരു വൈറ്റ് യൂണിയൻ കണ്ടോ, ആ യൂണിയൻ ഇട്ടതിന് ശേഷം നേരെ താഴേക്കാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് 2 ഇഞ്ച് പൈപ്പിൽ നിന്നുമാണ് 2 ഇഞ്ച് പൈപ്പാണ് വാട്ടറിൻ്റെ ഔട്ട് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. അത് നല്ല ഹൈ പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ടാപ്പുകളിലും നല്ല ഹൈ പ്രഷർ കിട്ടും. അതിൽ നിന്ന് വീണ്ടും ഒരു ടീ ഇട്ടതിന് ശേഷം റെഡ്യൂസ് ചെയ്ത് 1 ഇഞ്ചാക്കി, 1 ഇഞ്ചിൽ നിന്ന് വീണ്ടും ഒരു 3/4 ഇഞ്ചാക്കി നമ്മൾ കണക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് വന്നിരിക്കുന്ന കണക്ഷൻസ് ആ 1 ഇഞ്ച് പൈപ്പ് മോട്ടറിൽ നിന്നുള്ളത്, പിന്നെ തൊട്ടുപുറത്ത് 2 ഇഞ്ചിന് വീണ്ടും ഒരു റെഡ്യൂസ് ചെയ്ത് ഓവർഫ്ലോ ആണ്. അതായത് ടാങ്ക് നിറഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഓവർഫ്ലോ പൈപ്പാണ് താഴേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ അടുക്കള കാര്യങ്ങളോട് വരികയാണെങ്കിൽ അടുക്കളയുടെ ഷീറ്റിലേക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓട്ടോമാറ്റിക് നമുക്ക് അങ്ങനെയും കൊടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സോളാറിന് വേണ്ടിയിട്ടാണ് ഈ വാൽവ് കൊടുത്തിരിക്കുന്നത്, പാനലിലേക്ക് വാട്ടർ ഹീറ്ററിന് വേണ്ടിയിട്ട്. ഈ പാനലിലേക്ക് വരുന്ന ആ 1 ഇഞ്ച് വാൽവിൽ നിന്ന് നേരെ PVC പൈപ്പ് ഉണ്ട്. ആ PVC പൈപ്പ് വന്നതിന് ശേഷം എല്ലാ സ്ഥലത്തു നിന്നുള്ള CPVC പൈപ്പ്, അത് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പുകൾ ഇങ്ങേ സ്ഥലത്ത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന ബാത്റൂമുകളുടെ ആണെങ്കിലും എല്ലാം കൂടി ഒന്നിച്ച് കണക്ട് ചെയ്ത് ഈ സൈഡിൽ നിന്നും അപ്പുറത്തെ സൈഡിൽ നിന്നും എല്ലാം കൂടി ഒന്നിച്ച് കണക്ട് ചെയ്ത് ഒറ്റ ഔട്ടാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒറ്റ ഔട്ടിലേക്ക് ഇപ്പോൾ നമ്മൾ സോളാർ വെക്കാത്തതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് പച്ചവെള്ളം കയറ്റിയിടാണ് ചെയ്യുന്നത്. കാരണം ടാപ്പ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമേ തന്നെ പച്ചവെള്ളം കയറ്റി അതിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഒരു MTA PVCയുടെ MTA CPVCയുടെ FTA ഇട്ടിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടും കൂടി ഒന്നിച്ച് കണക്ട് ചെയ്ത് നേരെ അതിലേക്ക് നമ്മൾ ഒറ്റ ഔട്ടായിട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡിലുള്ള ബാത്റൂമുകളിലേക്ക് മൊത്തം കിച്ചണിലേക്ക് പോകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ്, ഇപ്പോൾ ഈ വാൽവാണ് മെയിനായിട്ട് വരുന്ന അതിൻ്റെ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഇൻപുട്ടിൽ വരുന്ന വാൽവ് വരുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വാൽവ് 2 സൈഡുകളിലേക്ക് വേണമെങ്കിൽ നമ്മൾ വാട്ടർ ഹീറ്റർ പിടിപ്പിക്കുന്ന സമയത്ത് വേണമെങ്കിൽ സെപ്പറേറ്റ് CPVCക്ക് സെപ്പറേറ്റ് ഒരു വാൽവ് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സെക്ഷനിലേക്ക് ഓഫ് ചെയ്തിടാം. അപ്പുറത്തെ സെക്ഷനിലേക്കും ഇപ്പുറത്തെ സെക്ഷനിലേക്കും ഒക്കെ സെപ്പറേറ്റ് നമുക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് കാര്യങ്ങൾ വരുമ്പോൾ ഓഫ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ സിമ്പിളായിട്ടൊന്നും ചെയ്യാനില്ല. നമ്മൾ വാട്ടർ ഹീറ്റർ വയ്ക്കുന്ന സമയത്ത് ആ പറയുന്ന FTA MTA നമ്മൾ കട്ട് ചെയ്യും. അതിനുശേഷം അവിടെ എൻഡിയാപ്പ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഇൻപുട്ട് കണ്ട ആ കാണുന്ന നമ്മൾ പറഞ്ഞ ആ 1 ഇഞ്ച് വാൽവ് PVC നിന്ന് വന്നിരിക്കുന്ന പൈപ്പിൽ നിന്നും എന്താ ആ പൈപ്പ് ഉണ്ട് വാട്ടർ ടാങ്കിൽ നിന്ന് വന്നിരിക്കുക, അത് നമ്മുടെ വാട്ടർ ഹീറ്ററിൻ്റെ ഇന്നായിട്ട് കൊടുക്കും. ആ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇന്നായിട്ട് കൊടുക്കും. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ സെപ്പറേറ്റ് ഒരു ടീ ഇട്ട് കൊടുത്തിരിക്കുന്നതുണ്ടോ, അതിലേക്കോ അല്ലെങ്കിൽ നേരത്തെ കാണിച്ച് ആ ബെൻഡിട്ട് നമ്മൾ കൊടുത്തതാണോ, ഈ ബെൻഡിട്ട് ആ ഏരിയയിൽ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സോളാറിലേക്ക് കണക്ട് ചെയ്യാം. അതിലേക്ക് നമ്മൾ ഔട്ട് ഈ പറയുന്ന ഇവിടെ നിന്ന് വേണമെങ്കിൽ ഔട്ട് നമുക്ക് ഈ പറഞ്ഞ സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്ന് ഔട്ട് കൊടുക്കാം. അപ്പോൾ 2 സെക്ഷനിലേക്ക് സെപ്പറേറ്റ് പോകും. അപ്പോൾ ഒറ്റ വാൽവ് കൊടുത്താലും മതിയോ. അപ്പോൾ വേറെ ഒന്നും കൊടുക്കണമെന്നില്ല. ഈ പറയുന്ന ടീയിൽ നിന്നാണ് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു എൻഡിയാപ്പ് ഇട്ട് എടുത്താനുണ്ട്. അതിലേക്ക് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സോളാർ വാട്ടറിൻ്റെ അവിടെ ഒരു വാൽവ് വെച്ച് കൊടുത്ത് ഒറ്റ വാൽവിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കും. ബാക്കി വരുന്ന ഈ സെക്ഷനിൽ എൻഡിയാപ്പ് ചെയ്യുക, ഈ പറയുന്ന PVCയുടെ സെക്ഷൻ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇനി കുത്തിപ്പൊളിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വീടിന് മെയിൻ്റനൻസ് കാര്യങ്ങളില്ലാത്ത രീതിയിൽ തന്നെ നേരെ സോളാർ പാനൽ അല്ലെങ്കിൽ സോളാർ വാട്ടർ ഹീറ്റർ നേരെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.